ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് ഫെബ്രുവരി മാസത്തിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. SIR-മായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രതിസന്ധികൾ രൂക്ഷമെന്നും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് നീട്ടണമെന്നും വെൽഫെയർ പാർട്ടി. CITU ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എളമരം കരീമിന് കോഴിക്കോട്ട് സ്വീകരണം. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് യൂണിയൻ 20ാം സംസ്ഥാന സമ്മേളനം ജനുവരി 9-നും 10-നും കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് ഫെബ്രുവരി മാസത്തിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. നഗരത്തിലെ 12 റോഡുകൾ വീതി കൂട്ടി നവീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചു. മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള റോഡ് യാഥാർത്ഥ്യമായാൽ 24 മീറ്ററാണ്. യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ജനങ്ങളാകെ പ്രതീക്ഷിക്കുന്ന റോഡാണ്. ഫെബ്രുവരി മാസം ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള വിവരം അറിയിക്കാനാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഈ റോഡ് വരുന്നതോടുകൂടി നഗരഹൃദയത്തിലൂടെയുള്ള ഈ റോഡിൻ്റെ ഭാഗമായി ഒട്ടേറെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള സ്ഥിതി വരും. ഇതിനു പുറമെ നഗരത്തിലെ 12 റോഡുകൾ, നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ 12 റോഡുകൾ വീതി വർദ്ധിപ്പിച്ച് നവീകരിക്കപ്പെടും. അതിൻ്റെ ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് നഗരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയുള്ള ദേശീയപാതയിലെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുന്നുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ ജനങ്ങളോട് LDF പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ വലിയൊരു ശതമാനം കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ കാലിക്കറ്റ് ബൈപ്പാസ് യാഥാർത്ഥ്യമായി. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ അത് വലിയ ആശ്വാസമാണ്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് മണിക്കൂറുകളുടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റേ റീച്ചിലാണ് കുറേ പ്രശ്നങ്ങളുള്ളത്. തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കരാറുകാരുടെ ഭാഗത്തുള്ള അനാസ്ഥ വലിയൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ തുടർച്ചയായി ഇടപെടുന്നു. ആ കൊയിലാണ്ടി ബൈപ്പാസ് അത് യാഥാർത്ഥ്യമായാൽ തന്നെ വലിയ ആശ്വാസമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പോലെ, സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന പോലെ തന്നെ നിർമ്മാണ ഘട്ടത്തിലെ പ്രവൃത്തി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാഴ്ചപ്പാടും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SIR-മായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രതിസന്ധികൾ രൂക്ഷമെന്ന് വെൽഫെയർ പാർട്ടി. ഇതിനാൽ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് നീട്ടണമെന്നും സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. വോട്ട് ചോരി ആരോപണമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കുറെ കൂടി സൂക്ഷ്മതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. പൗരത്വം തന്നെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് എന്ന് വരുന്ന ഒരു ഘട്ടത്തിലേക്ക് രാജ്യം എത്തുമ്പോൾ അതീവ ഗൗരവത്തോടെ ഇതിനെ കാണണം. അതുകൊണ്ട് SIR പരിഷ്കരണത്തിന്റെ അന്തിമ കാലാവധി നീട്ടി കുറെ കൂടി ഗൗരവത്തിൽ ഈ വിഷയം കാണാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾ മാതൃഭാഷ മലയാളത്തിൽ പേര് പൂരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനവും സൗകര്യവും അതിലില്ല. അത് പലപ്പോഴും മലയാളം ടൈപ്പ് ചെയ്യാനുള്ള കീബോർഡിലൂടെ മാത്രമേ ഉള്ളൂ. അത് സാധാരണ നമുക്ക് വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. അടിമുടി അതിൻ്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ അവർ വളരെ പഴയതാണ്, പ്രശ്നമുള്ളതാണ്. ഇത് അവർ തന്നെ പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത്തരം ചില വർത്തമാനങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഈ നടപടികൾ ഇത്ര സ്പീഡിൽ പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഇതിലുണ്ടാകും. SIR കേവലം ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമല്ല,
പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘടനയാണ് അതിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CITU ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എളമരം കരീമിന് CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സ്വീകരണമൊരുക്കി. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എളമരം കരീമിന് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. LDF കൺവീനർ TP രാമകൃഷ്ണൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 55 കോടിയിലേറെ വരുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന കേന്ദ്ര തൊഴിൽ നിയമത്തിനെതിരെ പോരാട്ടം നടത്തണമെന്ന് എളമരം കരീം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ തൊഴിലാളികൾക്ക് നല്ല വേതനം കിട്ടുന്നുണ്ട്, അങ്ങാടികളൊക്കെ സജീവമായി. അങ്ങനെയാണ് പുതിയ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ, നഗരങ്ങൾ വലുതാവുന്നത്. നാട് വികസിക്കുക എന്ന് പറഞ്ഞാൽ റോഡും തോടും മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വികാസമാണ് യഥാർത്ഥ വികസനം. 82 വയസ്സായാലും ആള് മരിക്കുന്നില്ല എന്നുള്ള കേരളത്തിലെ അവസ്ഥ. ആയുർ ദൈർഘ്യം, ശരാശരി ആയുസ്, കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി ആയുസ് 84 വയസ്സാണ്. ഇന്ത്യയിൽ ഇത്രയധികം കാലം ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ മറ്റൊരു സ്റ്റേറ്റിലുമില്ല. 5 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്നു. അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കി. ലോകത്ത് അതൊരു വലിയ വാർത്തയായി. എങ്ങനെയാണ് ഈ അതിദാരിദ്ര്യം കേരളം ഇല്ലാതാക്കി? ഇത് സോഷ്യലിസ്റ്റ് രാജ്യമൊന്നുമല്ല. ചൈനയിൽ നിന്നൊരു സംഘം ആളുകൾ കേരളത്തിൽ വന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിച്ചത്? 1949 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണമേറ്റെടുത്ത ചൈനയിൽ ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? തുടർന്ന് CITU ജില്ലാ സെക്രട്ടറി PK മുകുന്ദൻ എളമരം കരീമിനെ ആദരിച്ചു. മാമ്പറ്റ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി NK രാമചന്ദ്രൻ, PP പ്രേമ, T വിശ്വനാഥൻ, M ഗിരീഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് യൂണിയൻ 20ാം സംസ്ഥാന സമ്മേളനം 2 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടക്കും. ജനുവരി 9, 10 തീയതികളിൽ ജൂബിലി ഹാളിലാണ് സമ്മേളന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻസ് യൂണിയന്റെ 20ാമത് സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. 9-ാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനം കോഴിക്കോട് സ്പാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്, സ്പാൻ ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിന് ഞങ്ങളുടെ സംസ്ഥാന കൗൺസിൽ ഭാരവാഹികളായിട്ടുള്ള വിവിധ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സമിതി അംഗങ്ങളും ആയിട്ടുള്ള 72ഓളം കൗൺസിൽ മെമ്പർമാരും കോഴിക്കോട് ജില്ലയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആൾക്കാരും അടക്കം ഏകദേശം 100-ലധികം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. 2ാം ദിവസം നടക്കുന്ന പൊതുസമ്മേളനം കോഴിക്കോട് കോർപ്പറേഷൻ ജൂബിലി ഹാള്, കണ്ടംകുളം ജൂബിലി ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന്റെ 1ാം ദിവസമായ ജനുവരി 9-ന് പ്രതിനിധി സമ്മേളനം കുന്നമംഗലം MLA PT റഹീം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാഭ്യാസ സെമിനാറും സംസ്ഥാന കൗൺസിൽ യോഗവും വനിതാ സമ്മേളനവും നടക്കും. 2ാം ദിവസം നടക്കുന്ന പൊതുസമ്മേളനത്തെ തുടർന്ന് ദേശീയ വിദ്യാഭ്യാസ നയവും തൊഴിൽ വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കും. പൊതുസമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസും വിദ്യാഭ്യാസ സെമിനാർ മന്ത്രി AK ശശീന്ദ്രനും ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ സംസ്ഥാന സമ്മേളന പരിപാടികളിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘാടക സമിതി അംഗങ്ങളായ അബ്ദുറഹീം P, അനൂപ് PS തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജന്മന അംഗവിഹീനരായവർക്കും അപകടം മൂലമോ പ്രമേഹം കൊണ്ടോ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നവർക്കും കൃത്രിമ കാലുകൾ നിർമ്മിച്ചു നൽകുന്ന ക്യാമ്പ് ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസ് സംഘടിപ്പിക്കുന്നു. അർഹരായ ഗുണഭോക്താക്കൾ കൃത്യമായ രേഖകൾ സഹിതം ജനുവരി 23-നകം 9630006851 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത്രയും എലിജിബിലിറ്റി ഉള്ള ആളുകൾക്ക് നമ്മൾ ഏറ്റവും സൗജന്യമായിട്ട്, കാരണം ഏകദേശം ഒരു 30,000 രൂപയുടെ മുകളിൽ ഒരു കൃത്രിമക്കാലിൽ കോസ്റ്റ് വരുന്നുണ്ട്. കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ടൂളാണ് നമ്മൾ, കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അവരെ ഓരോരുത്തർക്കും അവരെ ഡിസബിലിറ്റിക്ക് അനുസരിച്ച്, കാരണം പലർക്കും പല സ്ഥലത്തേക്കും കാലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിന് പലതരത്തിലുള്ള സോക്കറ്റുകളും ബ്രാക്കറ്റുകളൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്കത് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ കാലിക്കറ്റ് CRC, അതായത് കേന്ദ്ര ഗവൺമെന്റ് ബോഡി ആയിട്ടുള്ള CRC ആയിട്ടാണ് നമ്മൾ ചേവായിട്ടുള്ള CRC എല്ലാവരും അറിയുന്നത് വിശ്വസിക്കുന്നു. അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കോഴിക്കോട് ചേവായൂരിലുള്ള CRCയുടെ സഹകരണത്തോടെയാണ് ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ പേര്, വയസ്സ്, സ്ഥലം, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവയോടൊപ്പം ആധാർ കാർഡ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡ്, UDID കാർഡ് എന്നിവ സ്കാൻ ചെയ്ത് PDF ഫയലായി 9630006851 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. വാട്സപ്പ് സന്ദേശമായും പേരുകൾ രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കൾ ക്യാമ്പിൽ എത്തിച്ചേരേണ്ട സമയം ഓരോരുത്തരെയും പ്രത്യേകം അറിയിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, ചീഫ് കോർഡിനേറ്റർ ഷിബു VC, നിസാം പള്ളിയാൽ, ചന്ദ്രൻ P, ടിജി ബാലൻ, ബോബിഷ് കുന്നത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NCC കേഡറ്റുകൾക്കായുള്ള യുവ ആബ്ദമിത്ര ക്യാമ്പിന് തുടക്കമായി. പ്രത്യേക ദുരന്ത നിവാരണ പരിശീലന പരിപാടിയാണിത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി കളക്ടർ ഷാമിൽ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യുവ ആബ്ദ മിത്ര പദ്ധതിയുടെ ഭാഗമായി NCC കേഡറ്റുകൾക്കായി സംഘടിപ്പിക്കുന്ന പ്രത്യേക ദുരന്ത നിവാരണ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കോഴിക്കോട് 30 NCC ബറ്റാലിയൻ സംഘടിപ്പിക്കുന്ന 10 ദിവസത്തെ വാർഷിക പരിശീലന ക്യാമ്പിന്റെ ഭാഗമായാണ് പ്രത്യേക പരിശീലനം. അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്ന രീതികൾ, ദുരന്തമുഖങ്ങളിലെ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ എന്നിവയിലാണ് കേഡറ്റുകൾക്ക് ശാസ്ത്രീയ പരിശീലനവും അവബോധവും നൽകുന്നത്. ദുരന്ത നിവാരണ ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും പരിശീലനം നൽകുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രാഥമിക സഹായം നൽകാൻ യുവതയെ സജ്ജരാക്കുക, ദുരന്ത സമയങ്ങളിൽ പ്രദേശവാസികൾക്ക് സ്വയം പ്രതിരോധിക്കാനും സഹായം എത്തിക്കാനും കഴിയുന്ന ശക്തമായ യുവജന സേനയെ രൂപപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന കേഡറ്റുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ, ID കാർഡുകൾ, യൂണിഫോം, എമർജൻസി റെസ്പോണ്ടർ കിറ്റുകൾ എന്നിവ നൽകും. കോഴിക്കോട് GTCയിൽ ആരംഭിച്ച പരിശീലന പരിപാടി ഡെപ്യൂട്ടി കളക്ടർ ഷാമിൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. So after that, in 2019, okay, we thought this happens every 100 years, so we don't have to worry for another 100 years. So 2019, we were expecting normal scenario in Calicut. ചടങ്ങിൽ കേണൽ YK ഗൗതം, ലഫ്റ്റനന്റ് കേണൽ B ജോൺസൺ, ഹസാർഡ് അനലിസ്റ്റ് P അശ്വതി, ദുരന്ത നിവാരണ കോർഡിനേറ്റർ C തസ്ലീം ഫാസിൽ എന്നിവർ സംസാരിച്ചു. വിവിധ
വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത NCC കേഡറ്റുകൾ, NCC ഉദ്യോഗസ്ഥർ, ദുരന്ത നിവാരണ പരിശീലകർ എന്നിവരാണ് ക്യാമ്പിൽ പങ്കാളികളാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെനസ്വേലയ്ക്ക് കോഴിക്കോടിന്റെ ഐക്യദാർഢ്യം. അമേരിക്കൻ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ നടത്തിയ ഐക്യദാർഢ്യ സംഗമം ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. ഐക്യദാർഢ്യ സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെനസ്വേലയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഐക്യദാർഢ്യ സംഗമം നടത്തി. ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരനും സാംസ്കാരിക വിമർശകനുമായ ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ സാമ്രാജ്യത്വം അഴിച്ചുവിടുന്ന അധിനിവേശ യുദ്ധങ്ങൾ കമ്പോള താൽപര്യത്തിന്റെ പേരിലാണെന്നും ഇതിനെതിരെ ശക്തമായ സമാധാന പ്രസ്ഥാനം വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു നിർണായകമായ ഘട്ടത്തിൽ ഈ ചാവേസിന്റെ വലിയ സ്വാധീനമൊന്നും ഒരുപക്ഷെ മധുര ആദ്യകാലത്ത് ഉണ്ടായിരിക്കില്ല. ആ കാലത്തുണ്ടായിരുന്ന ഇടപെടലുകളുടെ താൽപര്യത്തെ പറ്റി, അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തെ പറ്റി ഉത്സാഹമാധ്യമങ്ങൾ ധാരാളമായി പറയുന്നുണ്ട്. അതുണ്ട് എങ്കിൽ അതാ ജനങ്ങളാണ് തിരുത്തേണ്ടത്. അവിടെ അതിന്റെ സമരങ്ങൾ ഉയർന്നു വരും. ആ ജനാധിപത്യപരമായ രീതിയിൽ അത് തിരുത്താൻ ആ രാജ്യത്തിന് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അതിന്റെ ഇച്ഛാശക്തി അവിടെയുണ്ട്, അതിന്റെ ജനസംഖ്യ അവിടെയുണ്ട്. പക്ഷെ അത് കടന്നു വരാൻ ആരാണ് ട്രംപിന് അധികാരം കൊടുക്കുന്നത്? ആരാണ് അമേരിക്കയ്ക്ക് അധികാരം കൊടുക്കുന്നത്? അമേരിക്കയ്ക്ക് മുന്നിൽ എന്താ ലോകത്തിന്റെ സർവ്വദേശീയ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുണ്ടോ? PK പ്രിയേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. VK സദാനന്ദൻ, ഡോക്ടർ KN അജോയ് കുമാർ, T ബാലകൃഷ്ണൻ, NV ബാലകൃഷ്ണൻ, VA ബാലകൃഷ്ണൻ, PT ഹരിദാസ്, PM ശ്രീകുമാർ, TKA അസീസ് എന്നിവർ പ്രസംഗിച്ചു. വത്സരാജ സ്വാഗതവും A സജീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫാറൂഖ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ജനുവരി 14-15 തീയതികളിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ഇന്നോവേറ്റീവ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഫോർ കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി എന്നതാണ് കോൺഫറൻസിന്റെ വിഷയം. ഇതൊരു ദ്വിദിന കോൺഫറൻസ് ആണ്. 2 ദിവസ പ്രോഗ്രാമാണ്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി 100ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും. ഓൾറെഡി പ്രബന്ധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത പ്രബന്ധങ്ങളാണ് അന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺഫറൻസ് കോർഡിനേറ്റർ നവനീത പോന്നിട്ടുണ്ട്. അപ്പം 2 ദിവസ പ്രോഗ്രാമാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് കുറച്ചുപേര് നേരിട്ട് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യും. ബാക്കി വിദേശത്തുള്ള പല ആളുകളൊക്കെ ഓൺലൈൻ മോഡിലാണ് പ്രസന്റ് ചെയ്യുന്നത്. നെതർലാൻഡ്സിലെ സാക്സിയൻ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് NIT സുഹൃത്കൽ പ്രൊഫസർ ഡോക്ടർ ഷീന സുരേഷ് ഉദ്ഘാടനം ചെയ്യും. സാക്സിയോൺ യൂണിവേഴ്സിറ്റിയിലെ തിയറി ടാർട്ടറിൻ മുഖ്യപ്രഭാഷണം നടത്തും. പ്രൊഫസർ മഹിർബഹ യിഷിക, ഡോക്ടർ ഷാബ് ഹുണ്ടാൽ തുടങ്ങിയവർ വിവിധ സെഷനുകൾ നയിക്കും. ദ്വിദിന കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി 100ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും.
കോൺഫറൻസിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും 9446933173 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ഫാറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഫിംസ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് റയാസ്, ഡെപ്യൂട്ടി ഡയറക്ടർ സുജാത ശങ്കരൻ, പ്രൊഫസർ നവനീത കെ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയിൽ നിന്നും വിരമിച്ച ലൈബ്രറിയൻ TP സുബ്രഹ്മണ്യന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും യാത്രയയപ്പ് നൽകി. ലൈബ്രറി മെമ്മന്റോയും പാരിതോഷികവും സമർപ്പിച്ചു. ലൈബ്രറി ഭാരവാഹികളും വായനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറിയനായി 23 വർഷം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച സ്ഥാനമൊഴിഞ്ഞ TP സുബ്രഹ്മണ്യന് ലൈബ്രറി പ്രവർത്തകർ യാത്രയയപ്പ് നൽകി. TP സുബ്രഹ്മണ്യന് ലൈബ്രറി മെമ്മന്റോയും പാരിതോഷികവും നൽകി ആദരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് M രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ചികിത്സകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ ഫോർമലി പറയുന്ന മാതിരിയല്ല, താങ്കൾക്ക് എപ്പോഴും ഇവിടേക്ക് സ്വാഗതം എന്നുള്ള ആ രീതിയിലല്ല. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു രണ്ടാമത്തെ വീടായിട്ട് ഇതിനെ അദ്ദേഹം കരുതുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെങ്കിലും കൂടി ഞാൻ ഔപചാരികമായി ഒരു ക്ഷണം അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാണ് ലൈബ്രറിയുടെ കമ്മിറ്റിക്ക് വേണ്ടി. അത് അദ്ദേഹം 100% നിറവേറ്റും. ലൈബ്രറിയുടെ മറ്റു കാര്യങ്ങളും പ്രവർത്തനങ്ങളും P ദിവാകരൻ, N സത്യനാഥൻ, PP ഉമ്മർ, കരുവള്ളി ശശി, A ബേബി, ലൈബ്രറി വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TP സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ആദ്യ ഇന്ത്യ നിർമ്മിത മിട്രൽ ക്ലിപ്പ് ഉപകരണമായ മൈ ക്ലിപ്പിലൂടെ മൈ ഹാർട്ട് സ്റ്റാർ കെയർ രോഗിക്ക് പുതുജീവൻ നൽകി. മലേഷ്യയിൽ നിന്നും എത്തിയ രോഗിക്കാണ് ചികിത്സ നൽകിയത്. സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ SM അഷറഫാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ച് മലേഷ്യയിൽ നിന്നെത്തിയ 51-കാരനാണ് ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിട്രൽ ക്ലിപ്പ് ഉപകരണം മൈ ക്ലിപ്പ് ഉപയോഗിച്ച് ചികിത്സ നൽകി കോഴിക്കോട് മൈ ഹാർട്ട് സ്റ്റാർ കെയർ ആശുപത്രി ശ്രദ്ധേയമായത്. ഹൃദയത്തിൽ രക്തം തിരിച്ചൊഴുകുന്ന ഹൃദയവാൽവിന്റെ ഗുരുതര തകരാറായ മിട്രൽ റീഗർജിറ്റേഷൻ എന്ന രോഗാവസ്ഥയിലായ രോഗിയെയാണ് ഇങ്ങനെ രക്ഷിച്ചെടുത്തതെന്ന് ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് അപ്രൂവൽ ഉള്ള ഒരു ക്ലിപ്പ് ആദ്യമായിട്ട് ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തുകൊണ്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് എന്നുള്ളത്. അപ്പോൾ വി വാണ്ടഡ് ടു ബി ഷുവർ പേഷ്യന്റ് ഇസ് ഓക്കെ. പേഷ്യന്റ് ഫോളോ അപ്പിന് വന്ന് എല്ലാം ഓക്കെ ആയിട്ട് മാത്രമേ ഇത് ഇൻഫർമേഷൻ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. സോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ ഇറ്റ്സ് എ മേക്ക് ഇൻ ഇന്ത്യ തിങ്. ഇറ്റ് ഇസ് അപ്രൂവ്ഡ് ആൻഡ് കോസ്റ്റ് വൈസ് ദ ക്ലിപ്പ് ഇറ്റ് സെൽഫ് ഇസ് വെരി എക്സ്പെൻസീവ്. ബട്ട് അതിന്റെ ഒരു 50% കുറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ 2 ഈ ക്ലിപ്പും വന്നിട്ടില്ല, ആർട്ടിക് വാൾവിന്റെ വാൾവും വന്നിട്ടുള്ളത്. കോഴിക്കോട് മൈ ഹാർട്ട് സ്റ്റാർ കെയർ ആശുപത്രിയിലെ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ SM അഷ്റഫാണ് ശസ്ത്രക്രിയ നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ മൈ ഹാർട്ട് സ്റ്റാർ കെയർ ആശുപത്രി സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുകളായ പ്രൊഫസർ ഡോക്ടർ SM അഷ്റഫ്, ഡോക്ടർ ആശിഷ് കുമാർ മാൻഡ്ലെ, ഡോക്ടർ അലി ഫൈസൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് ഫെബ്രുവരി മാസത്തിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. SIR-മായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രതിസന്ധികൾ രൂക്ഷമെന്നും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് നീട്ടണമെന്നും വെൽഫെയർ പാർട്ടി. CITU ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എളമരം കരീമിന് കോഴിക്കോട്ട് സ്വീകരണം. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് യൂണിയൻ 20ാം സംസ്ഥാന സമ്മേളനം ജനുവരി 9-നും 10-നും കോഴിക്കോട്ട്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.